പരിപാടി. ഇവിടെ കുറച്ച് SB ഫാമൊക്കെ ഉണ്ട്. പിന്നെ അതേമാതിരി ഫാമിൽ കിടക്കുന്ന ആൾ എന്താണ് മറ്റേ അസുഖം പഠിച്ചാൽ മാറ്റിയുള്ള ആ ഒരു തലയൊക്കെ കണ്ടൊരു ഇതില്ലേ, പന്നില്ലേ, ആ പന്നീനെയാണ് നമ്മൾ ഇതിലിട്ടിക്കണത്. എനിക്കാണെങ്കിൽ ഇതിലെന്താ ചെയ്യേണ്ടതെന്ന് ഒരു പീടിയും കിട്ടണില്ല. പിന്നെ അതാണ് ഫാം ഗൈസ്, കാണുന്നുണ്ടാവുക കാര്യം. പിന്നെ അറ്റിങ്ങളുടെ അടുത്ത് നിന്ന് കിട്ടിയ കുറച്ച് വാളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ ബോട്ടിൽ നിന്ന് ഇറങ്ങിക്കൊണ്ട് ഞാൻ കാണിച്ചു തരാം. ഇത് സംഭവം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിങ്ങനെ വന്നിക്കും. അപ്പോൾ നമ്മൾ ഇങ്ങനെ കൊന്ന് കിട്ടും. പിന്നെ കുട്ടികളെ നമ്മൾ പെട്ടെന്ന് കൊല്ലണം. എന്താ വെച്ചാൽ അതിലൂടെ അറ്റിങ്ങൾക്ക് വരാൻ പറ്റും. പിന്നെ വാളും ഇതൊക്കെ കിട്ടും കേട്ടോ അറ്റിങ്ങളുടെ അടുത്ത് നിന്ന്. ഹായ് കുഞ്ഞാമ, അകത്ത് ചാവണില്ല, കൊന്നിട്ട് തന്നെ കാര്യം. അതിൻ്റെ അടുത്ത് നിന്ന് എന്താ കിട്ടുക? ഒന്നും കിട്ടിയില്ല ഗൈസ്. അപ്പോൾ നമ്മൾ കയറി കാണിച്ചു തരാം അതിൽ എത്ര എണ്ണം ഉണ്ടെന്ന്. കണ്ടാൽ കുറച്ചുള്ളൂ എന്ന് തോന്നും, പക്ഷെ 1000 കണക്കിനുണ്ട്. ഇതിങ്ങനെ പെറ്റ് പെരുകാണ് തോന്നുന്നു. കണ്ട അത് നമ്മൾ ഇതിക്ക് ഇങ്ങനെ ഈ വെള്ളത്തിൽ ഇറങ്ങുക, എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ തള്ളി. അപ്പോൾ ആറ്റിങ്ങൾ ചത്താൽ അതിൻ്റെ ആ ഒരു ഇത് ഇങ്ങോട്ട് ഇങ്ങനെ നമ്മളെ വാള് പോകാന്നല്ല കാണത്തില്ല കേട്ടോ, ചാവില്ല. നമ്മളെ വാള് പോണു, ചാവണിയാറ്റിങ്ങള്. ഒന്ന് ചത്ത്. ഇതാണ് നമ്മളെ ഫാമ്. ഇനി കൊല്ലണമെങ്കിൽ നമ്മളെടുത്ത് വേറൊരു സാധനമുണ്ട്. ആ സാധനം എടുത്താണ്ട് നമ്മൾ വേറൊരു വാളുണ്ടാവും, 1-ാം തരം വാള്. ആ വാളായിട്ട് നമുക്ക് വരേണ്ടി വരും എന്നാണ് തോന്നുന്നത്. ചാവണിയ ഒറ്റന്നു. അപ്പോൾ നമ്മളിങ്ങനെ തൊഞ്ഞി അതാണ് കേട്ടോ എൻ്റെ വര. എങ്ങനെയുണ്ട്? സൂപ്പർ തന്നെയല്ല? പിന്നെ ഞാൻ ഇത് ഇതാക്കാൻ കുറച്ച് പണിയായിട്ട് ഞാൻ ക്രിയേറ്റീവ് അതിൻ്റെ ശേഷമാണ് നമ്മൾ ഈ ഒരു ഗ്രാസ് വെച്ചെടുത്തത്. എനിക്ക് പറ്റണില്ല, ഞാൻ യൂട്യൂബിൽ കണ്ട മാതിരി ചെയ്ത് നോക്കിയതാണ്. പിന്നെ ഇവിടെ ഒരു തന്നെ ഉണ്ട്. കണ്ട, ഇതാണ് ഇറ്റിങ്ങളെ സ്വഭാവം. പിന്നെ ഇതിലൊരു ഈ വാളെടുത്താണ്ട് നമുക്ക് അറ്റിങ്ങളെ കൊല്ലാൻ പറ്റും. പിന്നെ ഇങ്ങനെ ഇറങ്ങാം. പിന്നെ അതേമാതിരി ഇവിടെ സ്വർണം, പക്ഷെ എനിക്കത് എടുക്കാൻ മടിയാവാം. എന്താ വെച്ചാൽ ഈ ദ്വീപിൽ ആകെ ഉള്ളത് ആ ഒരു സ്വർണം മാത്രം, വേറത്തില്ല. അത് ഞാൻ പൊട്ടിച്ചെടുക്കണമെന്നൊന്നും വിചാരിച്ചിട്ടില്ല. പിന്നെ എടുക്കണം എന്നുണ്ട്, പക്ഷേ ഒരു ഇത് തരാം, മനസ്സ് തരണില്ല. ഇനി നമ്മൾ നേരത്തെ മാതിരി അറ്റിങ്ങളെ കൊല്ലാൻ പോവാം. അച്ഛൻ നേരത്തെ ചാവാന്ന് ചത്തീനിട്ടിങ്ങൾ കൊള്ളൂല. ഒന്ന് ചത്തു. കൊല്ലല്ല ഞാൻ ഒരു എനിക്ക് പോടത്തണം അല്ല. പിന്നെ നിന്നെ കൊല്ലാനായിട്ട് അടുത്ത വന്നേ. എനിക്ക് പോടത്തണം, വാളെടുത്ത് മണ്ടിക്കോ. അത്താനും വേണ്ടിയില്ല, എനിക്ക് പോടത്തിയാണ്ട് ഇതിൻ്റെ എല്ലാ സാധനവും എടുക്കും. ആ പീട്ടാച്ചയാണ് ഇതിനെ കൊന്നത്, നാണം പെയ്യുന്നു. ആ പീട്ടാച്ചിയാണ് ഇതിനെ കൊന്നത്, നിങ്ങൾക്ക് എനിക്കിപ്പോൾ അവിടുത്തെ ആ ഒരു പീട്ടാച്ചിനെ കൊന്നിട്ട് എനിക്ക് പറഞ്ഞു. അല്ലെങ്കിൽ ഞാനൊരു വൈക്കയക്കും. ആ പീട്ടാച്ചി അങ്ങോട്ട് വാടാ. മീൻ്റെതൊക്കെ പോവോ? മീൻ്റെ വാള് കാണില്ല. വാളുണ്ടായാൽ മതി. എൻ്റെ വാള് പോയി. ഇനി ഏതായിട്ട് കൊല്ലണ്ടേ?
തോനെ കാര്യങ്ങളൊക്കെ അടുത്തൊരുത്തൻ. ഓ 2 ദിവസം 3 വണ്ടിക്കാ വണ്ടറാ വണ്ടി വെള്ളത്തിൽ നിന്ന് കല്യാണമാണ് നല്ലത്. എന്തരാ വരാൻ പറ്റുന്നേ? എന്തരാ വരാൻ പറ്റുന്നേ? മൂഞ്ചിയെന്ന് എന്നൊക്കെ കൊല കൂടി അടുത്തുള്ള ധൈര്യം ഉണ്ടോ എനിക്ക്? എന്തരേ കുഴപ്പമില്ല, എനിക്ക് തോന്നുന്ന ഒരു വിഷയമേ അല്ല. ചത്താലും കുഴപ്പമില്ല, എൻ്റെ പേരൻ്റെ അടുത്താ. കുഴപ്പമൊന്നുമില്ല. എവിടുന്നാ നമ്മൾ ചത്ത അവിടേക്ക് തന്നെ പോവുക. ഇതേ ഉള്ളു പണി. എൻ്റെ തോന സാധനങ്ങൾ ഇവിടെ കൊടുക്കും. ഇതൊക്കെ ഇനി പെറുക്കി എടുക്കുമ്പോഴത്തേന് 4 മണിക്കൂർ. വേണ്ട. പിന്നീട് നമ്മളടുത്ത് തോന സാധനങ്ങളുണ്ട്. ഞങ്ങളൊക്കെ പോയാന്നുള്ളതൊക്കെ അറിയാം. പിന്നെ ഞാൻ ലൈക്കും സബ്സ്ക്രൈബും ആരും ചെയ്യാൻ മറക്കണ്ട, അത് ആദ്യം തന്നെ പറഞ്ഞേക്കാം. വാള് ഇതൊക്കെ കിട്ടിയിരിക്കുന്നു. പിന്നെ ഒരു കാര്യം ഇരിക്കാൻ മറന്നുപോയി. പിന്നെ എൻ്റെ അടുത്ത് എൻ്റെ ചങ്ങായി പറഞ്ഞ ഒരു സനു എന്ന് പറഞ്ഞ ചെക്കനുണ്ട്. പിന്നെ ഓൻക്ക് അത്യാവശ്യം കളിച്ചാനൊക്കെ അറിയാം. അപ്പോൾ ഓനക്ക് ഇതേമാതിരി ഇങ്ങനെ കൊടുക്കലൊക്കെ ഉണ്ട്. പിന്നെ ഓനാണ് എനിക്ക് ഇങ്ങനത്തെ പേരൊക്കെ ഉണ്ടാക്കി തന്നെ. പിന്നെ ഈ ഫാം മാത്രം ഞാൻ ഉണ്ടാക്കിയതാണ്. ആ യൂട്യൂബ് കണ്ടുണ്ടാക്കിയത് അത്രേ ഉള്ളു. പ്ലെയറാണേറ്റേനു, എന്നാലോ ടോപ്പ് പ്ലെയറും അല്ലേറ്റേനു അജ്ജാനോ. പിന്നെ പിന്നെ തോന വാളും ഇതൊക്കെ ഉണ്ട് നിറച്ച്. തോന ഉപയോഗശൂന്യമായ വാൾ, അത് സ്വർണത്തിൻ്റെ. ഓ എൻ്റെ ഒറിജിനൽ വാള്. ദിസ് ഈസ് മൈ ബോട്ട്. ദിസ് ഡോൾഫിൻ. ഇതിലതേമാതിരി ഡോൾഫിന് തിമിംഗലം ഉണ്ടാകുന്നൊന്നും അറിയില്ല. ഡോൾഫിൻ ഉണ്ട് എന്തായാലും ഉറപ്പാ. അങ്ങനെ കയറിയാൽ മതി. പിന്നെ ഈ ഒരുത്തൻ്റെ കാര്യം നമ്മൾ ഈ വാളേറ്റ് തീർക്കണം. ഈ വാളേറ്റ് തീർത്താൽ വേഗം തീർക്കും. ഒരു വാള്, ഒരു സ്വർണം. അവിടെ ഓട്ടായി ഗൈസ്. നമ്മൾ കിടന്നുറങ്ങുക. അപ്പോൾ നാളെ രാവിലെ നീച്ച് എവിടേക്ക് പോകണ്ട. നമുക്ക് ആ മറ്റേ സ്വർണ്ണം എടുത്താലോ? എടുക്കാം. നിങ്ങളവിടെ ബോട്ട് ചെയ്ത് കഴിഞ്ഞോന്നൊന്ന് ഞങ്ങൾക്കറിയില്ല. ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ ഒരു സബ്സ്ക്രൈബും ഒരു ലൈക്കും. ഓക്കെ. പിന്നെ കമൻറ്റിലും കൂടി. അതിൻ്റെ ഇടയിൽ എന്തോ കണ്ടില്ലേ, ഒരു പച്ച സാധനം. ഇതെങ്ങനെ ഇവിടെ വരുന്നേ? ഇത് വല്ല അയറൻ ചിപ്പാണോ? സ്വർണ്ണോ.
ഇത് കുഴിച്ചുമ്പോൾ അടിയിൽ 40 ഉണ്ടാവും. മീനുകളെല്ലാം. നിങ്ങൾ മുസ്ലിമാണോ ഹിന്ദു ആണോ എന്നൊന്ന് കമൻറ്റ് അയക്കണേ, അറിയാനാണ്. ഇത് കഴിഞ്ഞ താഴത്തുണ്ട് ഗോൾഡ്. പിന്നെ എന്താ ഇവിടെ അടിയിലൊക്കെ മോനെ എടാ ഇത്രയും അടുത്ത് ഞാൻ ആദ്യമായിട്ടാട്ടോ അതൊക്കെ കാണി. അടിയില്ല മൂഞ്ചി. പക്ഷെ ഇത് ഇങ്ങനെ മോൾക്ക് വരിക. ഡയമണ്ട്, കൽക്കരി ഒക്കെ ഉണ്ട്. കുറച്ച് സ്വർണ്ണം ഇതിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ വേൾഡിൽ ഞാൻ കളിക്കുന്നത് കേട്ടോ. ഇങ്ങനെ വരിക സത്യത്തിൽ പറഞ്ഞാൽ എനിക്കറിയില്ല, അറിയാഞ്ഞിട്ട് ചോദിച്ചതാ, കണ്ടിട്ട് അതുകൊണ്ട് ചോദിച്ചതാണ്. നീ കളിയാക്കല്ലേ. കുറച്ച് കോളൊക്കെ ഉണ്ട്. അയൺ, കോള്, റെഡ് സ്റ്റോൺ ടെസ്റ്റ് തോന്നുന്നുണ്ട്. ഒത്തിരി തോന്നുന്ന സാധനങ്ങളാ. എനിക്ക് ആദ്യം നമ്മൾ ഇതിൽ പോയാണ്ട് ഇത് ഇങ്ങോട്ട് എടുത്ത് വെക്കുക 14. പിന്നെ നമ്മൾ മോൾക്ക് കയറി പോകണം. എന്താണെന്ന് വെച്ചാൽ നമ്മളതിൽ കൺട്രി ഫുള്ളാണ്. അടുത്ത സ്വർണ്ണം. അതിൻ്റെ മുന്നേ നമുക്ക് ഇത് പോയെടുക്കാം. സത്യത്തിൽ പറഞ്ഞാൽ അതിൻ്റെ അടിയിൽ ഇത്രയും തോനെ സ്വർണ്ണം ഉണ്ടെന്ന് പ്രതീക്ഷിച്ചില്ല. എടുത്തിനെങ്കിൽ എപ്പോഴോ എനിക്കിത് കിട്ടീനില്ല. ഞാനൊരു മണ്ടൻ തന്നെ. ഗോൾഡ്, ഡയമണ്ട് 16 ഡയമണ്ടൊക്കെ കിട്ടി. 12 ഡയമണ്ട്. അയണും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. ഇതേമാതിരിക്ക് ഒരു പ്രാവശ്യം വന്നിക്കണ്. എന്നിട്ട് അവിടുന്ന് ഞാൻ അയണും കാര്യങ്ങളൊക്കെ എടുത്തി. എവിടെയെന്നൊന്നും എനിക്കറിയില്ല. ഇനി നമുക്ക് ഐഡി പോയിട്ട് സാധനങ്ങൾ എടുക്കാണ്ട്. അവിടെ ഉണ്ടാവും, ഇനി അറിയില്ല. അവിടുന്ന് എടുക്കാം. നമ്മളെ ഭക്ഷണമൊക്കെ ഫുള്ളാണ് ഗൈസ്. എത്തി ആലിഞ്ചോടെത്തി. ഇവിടെ എനിക്കറിയാത്ത ഈ അയണും റെഡ് സ്റ്റോൺ ടെസ്റ്റൊക്കെ ഒപ്പം ഇരിക്കണം. എങ്ങനെയാണ് അയണും റെഡ് സ്റ്റോൺ ടെസ്റ്റൊക്കെ ഒപ്പം എടുക്കും എനിക്കറിയില്ല. ഞാൻ ഇതൊന്ന് കളിച്ച് നോക്കിയതാണ് വെറുതെ. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെയാണ് മൈക്രോസോഫ്റ്റും കാര്യങ്ങളൊക്കെ കളിക്കല്. ഇപ്പം കളിച്ചപ്പോൾ ഇങ്ങനത്തെ അതൊക്കെ കിട്ടും. അറിയാത്തതുകൊണ്ടാണ് ഒരു ഡൗട്ട്. അടിയിലുണ്ടാകാൻ മതി. അടിയിലില്ല. പിന്നെ ഇവിടെ നിറച്ച് ഡയമണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെയും ഇവിടെയും ഒക്കെ ഉണ്ട്. റെഡ് സ്റ്റോൺ ടെസ്റ്റ്, ഗോൾഡ് മെറ്റീരിയൽ, ഡയമണ്ട് മെറ്റീരിയൽ, അങ്ങനെ തോന്നെ സാധനങ്ങളുണ്ട് ഗൈസ്. ഞാൻ പ്രതീക്ഷിച്ചിട്ട് കേട്ടോ ഇങ്ങനെ ഉണ്ടാവുന്നു. ഇതായിട്ട് നമുക്കില്ല. ഇനി അയണ് തോന്നില്ല. ഈ അയണായിട്ട് നമുക്ക് ബ്ലോക്ക് ഉണ്ടാക്കിയാണ്ട് നമുക്ക് അയൺകോളം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് ഇതിൽ.
അതിനുണ്ടാക്കണം. പിന്നെ ഇവിടെ ഇതാ റെഡ് സ്റ്റോൺ ടെസ്റ്റ്, സ്വർണം, അപ്പുറത്തിൻ്റെ അപ്പച്ചി നല്ലോണം പാട്ടൊക്കെ ഉണ്ട്. ഇവിടെ ഒന്നും സ്വർണം കണ്ടില്ല ഞാൻ. പൊട്ടിച്ചില്ലേ ഉള്ളിലുണ്ടോ? അത് കോള് അതിൻ്റെ ഉള്ളിൽ. കോള് ഇട്ടിട്ടാണ്. പിന്നെ കുറച്ച് കാര്യങ്ങളും സാധനങ്ങളൊക്കെ കിട്ടുന്നിട്ടോ. ഇങ്ങനെ ആർക്കെങ്കിലും അനുഭവം വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണേ. കഴിഞ്ഞ പ്രാവശ്യം ഇട്ടത് ആരോ ഹാക്കറാണോന്നൊന്നും അറിയില്ല. അത് എന്തായിട്ടോ, അത് എടുക്കുമ്പോൾ ഇങ്ങനെ ബ്ലറാവുക, പിന്നെ ഒരു ആളിങ്ങനെ മുന്നേ വരിക. അത് എന്താണെന്നറിയില്ല, എന്താക്കിയതാണോന്നും അറിയില്ല, മറ്റേ ഹാക്ക് ചെയ്തതാണോന്നും അറിയില്ല, എന്താണെന്നറിയില്ല. അതിങ്ങനെ എടുക്കുമ്പോൾ ഒരാളെ മുഖം ഇങ്ങനെ വരിക. എന്നിട്ട് ഞാൻ ഒഴിവാക്കിയാണ്ട് പിന്നെ പസ്റ്റിക്കൊന്ന് കയറ്റി. ഓരോ നേരത്തെ ഓരോതാണ്. എന്താ അറിയില്ല. ഞാനിപ്പോൾ കമ്പ്യൂട്ടറിലൊന്നുമല്ല കേട്ടോ കളിക്കണേ, സാധാ എൻ്റെ അടുത്ത് ടാബാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ഇതാക്കിയതാണ്, വെച്ചിട്ട് വെക്കുന്നത്. അങ്ങനെ കൊയ്യുന്നൊന്നാണ്ട് പോയി കിട്ടി. മുട്ട അങ്ങോട്ട് ബാ. അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കണ്ടത്. ആ പോയാലും ഇങ്ങനെ വന്ന് ഇങ്ങനെ നിൽക്കുക. എന്ത് ആവണില്ല, പുറത്തേക്കും വരുന്നില്ല, അങ്ങോട്ടും ആവണില്ല. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തോന്നെ സാധനങ്ങൾ ഇട്ടാലും കത്തിച്ചണ്ടേ സാധനം ഇവിടെ. അത് വേഗം കത്തുട്ടോ ഇതിലിങ്ങനെ ഇട്ടാലേ. പിന്നെ നമുക്ക് ഇതിലിട്ടോ കോള് ഇതിലിട്ടിട്ട് നമുക്ക് അയണ്ട തോന്നെ സാധനങ്ങൾ ഉണ്ടാക്കാം. അതിൻ്റെ മുന്നേ നമ്മൾ ഇതൊക്കെ അയൺ ഇങ്ങോട്ട് ഗോൾഡ്. പിന്നെ എനിക്ക് അയൺ ഗോളം ഉണ്ടാക്കണ്ടല്ലേ. അയൺ ഗോളം ഉണ്ടാക്കണമെങ്കിൽ ഇത് പോയാണ്ട് അത്ര അയൺ കിട്ടി. പിന്നെന്തേനി എന്തോ എവിടെയോ മറന്ന മാതിരി. ഇനി നമുക്ക് ഉണ്ടാക്കേണ്ടത് അവിടെ അതിൽ തന്നെ പോയാണ്ട് ഇതിൽ പോയാണ്ട് നമുക്ക് ഈ സാധനം ഉണ്ടാക്കിയതിന് ശേഷം അതെടുക്കാം. എന്നിട്ട് തണ്ണിമത്തൻ മുറിച്ചാണ്ട് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഇതാക്കാം. നമുക്ക് തണ്ണിമത്തൻ കണ്ടുപിടിച്ചോ. തണ്ണിമത്തൻ ഉണ്ട് എൻ്റെ അവിടെ. അപ്പോൾ ഗായ്സ്, ഇനി അടുത്ത വീഡിയോയിലായിട്ട് നമുക്ക് അതിൻ്റെ മുന്നേ ഒരു കാര്യം ചെയ്യാം. ഇത് ഇവിടെ എന്നിട്ട് ഇതിൻ്റെ മുകളിൽ മറ്റേ ഇങ്ങനെ ചാടിയാണ്ട് അവിടെ വെച്ചാൽ മറ്റേ സാധനം ഉണ്ടാവും. എന്തോ ഒരു സാധനം അത് ഉണ്ടായതിന് ശേഷം നമുക്ക് ഇനി വരുമ്പോൾ ആദ്യത്തേക്കാരം ഞാൻ വരിക. അപ്പോൾ ഗായ്സ്, നമ്മളെ വീഡിയോ ഇവിടുന്ന് അവസാനിച്ചിരിക്കുന്നു. പോകത്തെ